പശ്ചിമബംഗാളിൽ ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. തൃണമൂൽ കോൺഗ്രസിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ കേന്ദ്രം ഇഡിയെ ഉപയോഗിക്കുന്നു. PR കമ്പനിയായ ഐപാക്കിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി നടപടിക്കെതിരെയാണ് വിമർശനം. പാർട്ടി രേഖകളും ഡിജിറ്റൽ രേഖകളും കൊണ്ടുപോകാനാണ് ഇഡി നീക്കമെന്നും അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നുമാണ് മമതാ ബാനർജിയുടെ ആരോപണം. നോബൽ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നോബൽ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു നാടകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറിയ ഐപാക്കിന്റെ അവിടെ മമതാ ബാനർജി എത്തി എന്നടക്കം വലിയ വിമർശനങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു അല്ലേ? ശ്രുതി, വളരെ നാടകീയമായ രംഗങ്ങളാണ് പശ്ചിമബംഗാളിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ്. ഇഡിയുടെ റെയ്ഡ് അടക്കം മമതാ ബാനർജി ആരോപിക്കുന്നത് മമതയുടെ പാർട്ടി രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം എന്നതാണ്. അതായത് ഐപാക് എന്നൊരു PR ഏജൻസിയാണ് മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊപ്പം പദ്ധതികളൊക്കെ ഇടുന്നതിൽ ഈ ഏജൻസിക്ക് വലിയ പങ്കുണ്ട്. ആ ഏജൻസിയുടെ 2 ഓഫീസ്, ഒന്ന് ആ ഏജൻസിയുടെ ഉടമസ്ഥരിൽ ഒരാളായിട്ടുള്ള ആളുടെ വീട്ടും അതോടൊപ്പം തന്നെ ഏജൻസിയുടെ സാൾട്ട് ലേക്കിലെ ഓഫീസിലുമാണ് ഈ പരിശോധന നടന്നത്. ഈ പരിശോധന നടക്കുമ്പോൾ എന്താണെങ്കിലും മമതാ ബാനർജി അങ്ങോട്ട് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ രേഖകൾ സ്വന്തം കാറിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രധാനമായും ഇതിൽ പറയുന്നത് കള്ളപ്പണവെളുപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി റെയ്ഡ് എന്ന് പറയുമ്പോഴും എന്തിനാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട രേഖകൾ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ പട്ടിക അടക്കമുള്ള രേഖകൾ ഈ ഓഫീസിൽ ഉണ്ടായിരുന്നു, അത് കൈക്കലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഇതിൽ മമത ആരോപണം ഉന്നയിക്കുന്നത്. മമതാ ബാനർജി എത്തുന്നതിന് മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തേക്ക് എത്തിയതും പ്രധാനപ്പെട്ടതായി. നിലവിൽ കേന്ദ്ര ഏജൻസി അടക്കം അവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. മമത പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശപ്രകാരം ഇഡി വന്ന് ഈ ഐപാക്, അതായത് തങ്ങളുടെ ഇലക്ഷന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, ഇലക്ഷന്റെ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുന്ന ആ ഐപാക്കിൽ വന്ന് റെയ്ഡ് നടത്തുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ തന്ത്രങ്ങൾ മുഴുവൻ, ഡോക്യുമെന്റുകൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ്, സ്ഥാനാർത്ഥികളുടെ പട്ടിക എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ് എന്നാണ് നിലവിൽ മമതാ ബാനർജി ഈ റെയ്ഡ് നടന്ന 2 ഇടത്ത്, ഒന്ന് സാൾട്ടിലേക്ക് അതോടൊപ്പം തന്നെ ഇതിന്റെ ഉടമസ്ഥരോടുള്ള പ്രതീക് ജെയിന്റെ വീട്ടിലേക്കും എത്തിയിരുന്നു. 2 മമതാ ബാനർജി എത്തുകയും ചെയ്തു. വലിയ നാടകീയ രേഖകൾ അവിടെ ഉണ്ടായി. മമത എത്തിയറിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെത്തി. പിന്നീട് ഇഡിക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രസേനയെ അധികമായി അവിടെ വിന്യസിച്ചു. ഒപ്പം അവിടുത്തെ പശ്ചിമബംഗാൾ പോലീസ് എത്തി. ഇത്തരത്തിൽ ഒരു വശത്ത് കേന്ദ്രസേനയും മറുവശത്ത് പശ്ചിമബംഗാൾ പോലീസ് നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതാണെങ്കിലും വലിയ ടെൻഷനിൽ കൂടിയാണ് പശ്ചിമബംഗാൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. അവിടെ BJP വീണ്ടും അധികാരം തിരിച്ചുപിടിക്കാൻ, തൃണമൂൽ കോൺഗ്രസിന് അധികാരം തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് നടക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യമൊക്കെ തൃണമൂൽ കോൺഗ്രസിനെ വീഴ്ത്താൻ വേണ്ടിയാണ് എന്ന മമത ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും BJPയുടെ ആരോപണം എന്ന് പറയുന്നത് എക്കാലത്തും കേന്ദ്ര ഏജൻസികൾ പശ്ചിമബംഗാളിൽ പരിശോധനയ്ക്കോ അല്ലെങ്കിൽ കേസുകളുടെ അന്വേഷണത്തിന് വരുമ്പോൾ തടയുന്നതാണ് പതിവുള്ളത് എന്നാണ്. മുൻപ് അവരെ ആക്രമിച്ച സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് BJP പറയുന്നു. നിലവിൽ എന്താണെങ്കിലും ഐപാക്കിൽ നടന്ന ഇഡി പരിശോധനയാണ് വലിയ തരത്തിൽ വിവാദത്തിലേക്ക് പോയത്. മമതാ ബാനർജിയും ഇഡിയും കേന്ദ്ര സർക്കാരും നേർക്കുനേർ നിൽക്കുന്ന ഒരു കാഴ്ച കൂടി എന്താണെങ്കിലും അവിടെ കാണാൻ കഴിഞ്ഞു എന്നതും പ്രധാനമായും ഇതിൽ പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഏജൻസിയെ അത്തരത്തിൽ ഉപയോഗിക്കുന്നത്, ഇഡി ഉപയോഗിക്കുന്നത് എന്നാണ് മമതയുടെ ആക്ഷേപം. ഓക്കെ, തൃണമൂൽ കോൺഗ്രസിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ കേന്ദ്രം ഇഡിയെ ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.